ക്രിസ്തുവിൽ പ്രിയമുള്ളവരെ, ഇന്നിൻ്റെ വചനഭാഗം അപ്പോസ്തല പ്രവർത്തനം 17-ാം അധ്യായം നമ്മൾ വായിച്ചു വരുമ്പോൾ, പൗലോസ്ലീഹ ഏഥൻസിലേക്ക് കടന്നുചെന്ന് അവിടെ കർത്താവിൻ്റെ നല്ല വാർത്തയെ അറിയിക്കാൻ പരിശ്രമിക്കുമ്പോൾ അജ്ഞാതദേവനെന്ന് എഴുതപ്പെട്ടിരിക്കുന്ന ഒരു ബലിപീഠം കാണുമ്പോൾ സൂക്ഷിച്ചു നോക്കുകയാണ്. അവരിതുവരെ അറിഞ്ഞിട്ടില്ലാത്ത ഒരു ദേവന് വേണ്ടിയിട്ട് ബലിപീഠം ഒരുക്കി വച്ചിരിക്കുന്നു. സന്തോഷവാനായ പൗലോസ് പറയുകയാണ്, നിങ്ങൾക്കിതുവരെയും അറിവില്ലാത്ത അജ്ഞാതനായ ആ ദേവനെക്കുറിച്ച് സംസാരിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്. യോന പ്രവാചകൻ ഇപ്രകാരം സംഭവം ഉണ്ടാവുന്നുണ്ട്. കർത്താവിനെ ഭയന്ന് നിനീവേക്കാരോട് ദൈവത്തിൻ്റെ സന്ദേശം അറിയിക്കാൻ പറഞ്ഞു വിട്ടിട്ട് കള്ള ടിക്കറ്റ് എടുത്ത് കപ്പൽ കയറി ജോപ്പായിലേക്ക് പോകാൻ പരിശ്രമിക്കുമ്പോൾ ദൈവം ഇടപെടുന്ന, അങ്ങനെ കപ്പൽ വലിയൊരു അപകട ഭീഷണിയിലാകുമ്പോൾ കപ്പലിലുണ്ടായിരുന്നവർ ചരക്കുകളെല്ലാം വെള്ളത്തിലേക്ക് എറിഞ്ഞ് കപ്പലിൻ്റെ ഭാരം കുറക്കാൻ നോക്കുന്നു. ഈ സമയത്താണ് ഭയാക്രാന്തനായി യോന ഓടി വരുന്നത്. അവർ പറയുന്നു, ഞങ്ങൾ നശിക്കാൻ പോകുന്നു, ഞങ്ങൾ ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു. നീ നിൻ്റെ ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കുക. ആരാണ് നിൻ്റെ ദൈവം? യോന ഒരു സാക്ഷ്യം നൽകുന്നുണ്ട്. കടലും കരയും ആകാശവും സൃഷ്ടിച്ച അത്യുന്നതനായ ദൈവമാണ്, അവിടത്തെയാണ് ഞാൻ വിളിച്ച് പ്രാർത്ഥിക്കുന്നത്. കരയും കടലും ഭൂമിയും ആകാശവും ഒക്കെ സൃഷ്ടിച്ച ദൈവം, അത്യുന്നതനായ ദൈവം. ഞാനൊരു ഹെബ്രായനാണ്. അവർ പറയുന്നു, എന്നാൽ നിൻ്റെ ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കുക. എന്നാലും കടലിൽ എറിയപ്പെടാൻ സംഗതികൾ ഒരുക്കി കൂട്ടി വന്നപ്പോൾ യോനായെയും കൂടി എറിയാനായിട്ട് അവർ തയ്യാറാവുകയാണ്. തൻ്റെ നാശം അടുത്ത് മനസ്സിലാക്കി യോന പറയുന്നു, എന്നെ കൂടി എറിഞ്ഞേക്കുക. അവർ പ്രാർത്ഥിക്കുന്നു, നിഷ്കളങ്കനായ ഒരു മനുഷ്യനെ ഞങ്ങൾ കൊന്നു എന്നതിനുള്ള തെറ്റ് ഞങ്ങളോട് വന്നു വധിക്കാതിരിക്കാൻ വേണ്ടി എന്ന് പറഞ്ഞാണ് അവരെറിയുക. പ്രിയമുള്ളവരെ, നമുക്ക് മാമോദിസ സ്വീകരിച്ച് നമ്മുടെ ദൈവം അജ്ഞാതനല്ല, മറിച്ച് നമ്മുടെ കൂടെ ഉള്ള ദൈവമാണ്. ആ ദൈവം നമ്മൾ അനുഗ്രഹിക്കട്ടെ. ആമേൻ.